അല്പസമയത്തിനകം തന്നെ കലാഭവൻ മണിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം 12:30 അദ്ദേഹത്തിനെ ചാലക്കുടിയിൽ അദ്ദേഹത്തിന്റെ സ്വദേശത്ത് ടൗണിൽ പൊതുദർശനത്തിന് വെക്കും. അദ്ദേഹത്തിന്റെ മൃതദേഹം നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ ചാലക്കുടിയിൽ അദ്ദേഹത്തിന്റെ വസതിയിലുമൊക്കെയായി തന്നെ മരണവിവരം അറിഞ്ഞ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഈ വിഷയത്തിൽ ഗൗരവതരമായിരിക്കും. ഡാനി ഇപ്പോൾ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ഡാനി, വിവരങ്ങൾ. സൗമ്യ, 9 മണിയോടുകൂടി തന്നെ ഇവിടെ തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. പോലീസിൻ്റെ പ്രാഥമികമായ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നത്. കേസ് അന്വേഷിക്കുന്ന DYSP KS സുദർശൻ ഒരു പ്രത്യേക പോലീസ് ടീം തന്നെയാണ് ഇതിന് പിന്നിലെ ദുരൂഹത എന്തെന്നുള്ളത് പുറത്തു കൊണ്ടുവരുന്നതിനെ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു മേൽനോട്ടവും ഇതിന് തന്നെയുണ്ട്. 11 മണിയോടുകൂടി തന്നെ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം മൃതദേഹം തൃശ്ശൂർ നഗരത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി സംഗീത നാടക അക്കാദമി ഹാളിലേക്ക് മാറ്റുന്നു. 11:30 മണിക്കാണ് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1/2 മണിക്കൂറോളം അവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്വദേശമായ ചാലക്കുടിയിലേക്ക് കൊണ്ടുപോകും. പിന്നീട് അന്തിമ കർമ്മങ്ങൾ നടക്കുന്നത് വരെ ചാലക്കുടി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പൊതുദർശനത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 11 മണിയോടുകൂടി തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് പ്രാഥമികമായ ഒരു വിവരം ഇതിനുശേഷം ഡോക്ടർമാർ അന്വേഷണ സംഘത്തെ ധരിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതൊരു പൂർണ്ണമായ നിഗമനങ്ങളിലേക്ക് നൽകുന്ന സാഹചര്യത്തിലല്ല. കാരണം അതിനെ വീണ്ടും പരിശോധനകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥരുടെ നിഗമനങ്ങളിലേക്കും തുടർന്നുള്ള ഒരു അന്വേഷണങ്ങളിലേക്കും ചെയ്തതിനു ശേഷം മാത്രമാണ് ഇതിനുള്ള ക്രമീകരണങ്ങളും ഇത് സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങളും പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 11 മണിയോടുകൂടി തന്നെ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൗമ്യ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.